ഗുരുവായൂർ നിയോജക മണ്ഡലത്തില് ഒരു ഹിന്ദു പ്രതിനിധി ഉണ്ടാകുന്നില്ല. ഇതിനെ പറ്റിയിട്ട് നിരന്തരമായിട്ടുള്ള ചർച്ചകളെല്ലാം നടക്കുന്നുണ്ട്. ഇപ്പൊ ബി ഗോപാലകൃഷ്ണൻ അത് ഉന്നയിച്ചപ്പോൾ ബി ഗോപാലകൃഷ്ണനെ വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കുകയാണ് ഇവിടെ ഇടതു വലത് മുന്നണികളും മാധ്യമങ്ങളും. ഇത് ശരിയായ ഒരു നടപടിയാണോ? ഒരിക്കലുമല്ല. ഗോപാലകൃഷ്ണൻ 100% 200% ശരിയാണ്. വളരെ കൃത്യമായ രീതിയിൽ സത്യം പറയാൻ ഈ ഹിന്ദുവിന് സ്വാതന്ത്ര്യമില്ലാത്തൊരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ്. നമ്മൾ സമാന സാഹചര്യം ഒന്ന് നോക്കേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പില് കൊച്ചി കോർപ്പറേഷനില് ആ മേയറായിട്ട് ഞങ്ങളുടെ ലത്തീൻ സഭയുടെ ആള് വേണമെന്ന് ലത്തീൻ സഭാ നേതൃത്വം പറഞ്ഞപ്പോൾ ഒരു വർഗീയതയും ഇവരാരും കണ്ടില്ലല്ലോ. ആ സഭാ നേതൃത്വത്തിനെതിരെ യാതൊരു വിധമായ കേസും പിണറായിയുടെ സർക്കാർ എടുത്തില്ലല്ലോ. ഈ സത്യം പറയുമ്പോൾ കേസെടുക്കുന്ന രീതിയിലേക്ക്, സത്യം പറയുന്ന ഹിന്ദുവിനെതിരെ കേസെടുക്കുന്ന രീതിയിലേക്ക് ഈ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മാറി എന്നുള്ളത് ചില അടിയൊഴുക്കുകളുടെ സൂചനയാണ്. കാരണം ഹിന്ദുവിന്റെ വോട്ടല്ല ഞങ്ങൾക്ക് ആവശ്യം. ഇവിടുത്തെ സംഘടിത ന്യൂനപക്ഷങ്ങളുടെ, അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആയിക്കൊള്ളട്ടെ, വെൽഫെയർ പാർട്ടിയുടെ ആയിക്കൊള്ളട്ടെ, SDP ആയിക്കൊള്ളട്ടെ, എല്ലാവരുടെ വോട്ടുകളും ഞങ്ങൾക്ക് കിട്ടണം. ഹിന്ദുവിന്റെ വോട്ടിനൊന്നും യാതൊരു വിധമായ വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതെങ്കിലും ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലത്തില് ഒരു ഹിന്ദു നാമധാരിയെ നിർത്താൻ നമ്മൾ നോക്കൂ. മലപ്പുറം ജില്ലയിലെ അല്ലെങ്കിൽ ആ മേഖലകളിലെ മുസ്ലിം ലീഗിന് കിട്ടിയ 27 നിയമസഭാ മണ്ഡലങ്ങളിൽ 26 പേരും മുസ്ലിം നാമധാരികളാണ്. അത് തന്നെയാണ് KM ഷാജി പറഞ്ഞത്. മതമാണ് ഞങ്ങൾക്ക് വലുത്, അതിനുപരിയായിട്ട് ഞങ്ങൾക്ക് രാഷ്ട്രീയമൊന്നുമില്ല, അതിനുപരിയായ രാഷ്ട്രീയമൊന്നും ഞങ്ങൾക്കില്ല എന്ന് KM ഷാജി പറഞ്ഞു. നാളിതുവരെ കേസെടുത്തിട്ടില്ലല്ലോ. നമ്മുടെ കേരളത്തിലെ ജനസംഖ്യയുടെ വർധനവ് നോക്കൂ. കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിം സഹോദരി, വളരെ ചെറുപ്പക്കാരിയാണ്, 7ാമത് പ്രസവം വീട്ടിൽ നടത്തി അതിദാരുണമായി മരണപ്പെട്ടു. ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു. മതഭ്രാന്ത് ബാധിച്ച ഒരു ഭർത്താവിന്റെ കയ്യിൽ നിന്നൊരു ഭാര്യയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ആ മരണം. ഇതേപോലെ തന്നെ നൂറുകണക്കിന് ജനനങ്ങള് മലപ്പുറം ജില്ലയിലും സമീപ ജില്ലകളിലെയും വീടുകളിൽ നടക്കുന്നുണ്ട്. അത് മത ആചാരമെന്ന രീതിയിൽ ബ്രാൻഡ് ചെയ്തുകൊണ്ട് അതൊന്നും രജിസ്റ്റർ ചെയ്യപ്പെടാത്ത രീതിയിൽ പോകുന്നു. ആ ജനസംഖ്യാ വർധനം അതിഭീകരമാണ്. അതുകൊണ്ടാണല്ലോ മലപ്പുറം ജില്ലയെ 3ആയിട്ടും 4ആയിട്ടും ഒക്കെ വിഭജിക്കണമെന്ന് ചില ലീഗിന്റെ MLA മാർ ആവശ്യപ്പെട്ടത്. അന്നേരം സമാന സാഹചര്യത്തില് ഗുരുവായൂർ അമ്പലം നിൽക്കുന്ന, ഗുരുവായൂരപ്പൻ സ്ഥിതി ചെയ്യുന്ന ആ മണ്ഡലത്തില് കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി ഒരു ഹിന്ദു നാമധാരിയായ MLA ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത്? കള്ളമാണോ അദ്ദേഹം പറഞ്ഞത്? അതിൽ കൂടെ ആർക്കെങ്കിലും മാനസികമായിട്ടും മതപരമായിട്ടും ഏതെങ്കിലും ഒരു വ്യത്യാസം തോന്നുമോ? സത്യം പറയുന്നതിന് യാതൊരു തെറ്റുമില്ല. ഗോപാലകൃഷ്ണൻ 100 അല്ല 200 അല്ല 1000% കൃത്യമായിട്ടുള്ള വസ്തുതയാണ് പറഞ്ഞത്. സാർ, ഇത് ഈ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് മാത്രമല്ല, അതായത് വെള്ളാപ്പള്ളി നടേശൻ പറയുകയാണ് പിന്നാക്ക ഹിന്ദുവിന് കിട്ടേണ്ടതൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. അത് പറയുമ്പോൾ അതിനെ പോലും വർഗീയതയാണെന്ന് പറയുന്ന ഒരു കീഴ്വഴക്കമുണ്ട്. അപ്പോൾ ഇതിന്റെ ലക്ഷ്യം 100% ഹിന്ദു മാത്രമാണ്. ഹിന്ദുവിന് എന്തെങ്കിലും അവകാശങ്ങളെ പറ്റിയിട്ടോ അവന്റെ പ്രാതിനിധ്യത്തെ പറ്റിയിട്ടോ സംസാരിക്കുകയാണെങ്കിൽ അത് വർഗീയതയായിട്ട് ചിത്രീകരിക്കുന്നത് കേരളത്തിന്റെ പൊതു സ്വഭാവമായി മാറിക്കഴിഞ്ഞില്ലേ? അത് കേരളമെന്നല്ലല്ലോ ഇപ്പൊ നമ്മൾ പറയേണ്ടത്. ഇത് അൽ കേരളമായി കേരളം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കട്ടിംഗ് ദ സൗത്ത് എന്ന് പറയുന്ന ആശയമൊക്കെ കൊണ്ടുവന്നതിന്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ ഓരോ ദിവസവും ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കുക, മലബാർ മേഖല വിട്ടിട്ട് തിരുവിതാംകൂർ മേഖലയിലോട്ട് നമ്മൾ വരുമ്പോൾ ഹൈന്ദവ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലും മുസ്ലിം നാമധാരികളെ വിജയിപ്പിച്ചിട്ടുണ്ട്. തലേക്കുന്നിൽ ബഷീർ ചിറയൻകീഴ് MP ആയിട്ട് എത്രയോ ടൈം ജയിച്ചു. ആലപ്പുഴയില് കഴിഞ്ഞതിന്റെ മുമ്പലത്തെ ടൈമില് ആരിഫ് വിജയിച്ചില്ലേ? മുസ്ലിം ഭൂരിപക്ഷം ഉണ്ടായിട്ടാണോ ജയിച്ചത്? മതേതരത്വമുള്ള ഹിന്ദുക്കൾ വസിക്കുന്നിടത്ത് യാതൊരു വിധമായ പ്രശ്നവുമില്ല. ഹിന്ദുക്കൾ കുറവുള്ള പ്രദേശങ്ങളിൽ ഞങ്ങൾ മതം നോക്കും, അല്ലാത്തടത്തൊന്നും പ്രശ്നമില്ല എന്ന രീതിയിലാണ് പോകുന്നത്. വെള്ളാപ്പള്ളി നടേശന് കൃത്യമായിട്ട് കണക്കുകൾ ഉദ്ധരിച്ച് കുറെ കാലത്തിന് മുമ്പ് പറഞ്ഞതാണ്. ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളും അതേ കണക്കുകൾ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. മലപ്പുറം ജില്ലയിലെ ജനസംഖ്യാ വർധനവ് എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ്. ബാക്കി ജില്ലകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ 163% ഗ്രോത്ത് ആണ് കഴിഞ്ഞ 50 വർഷം കൊണ്ട് മലപ്പുറം ജില്ലയിലുള്ള ജനസംഖ്യാ വർധനവ്. അതൊന്നും നിസ്സാരമായി കാണാൻ സാധിക്കില്ല. അത് തന്നെ പ്രധാനപ്പെട്ടൊരു തെളിവാണ്. ഗുരുവായൂരിനെ പറ്റി ഗോപാലകൃഷ്ണൻ പറഞ്ഞതിനകത്ത് യാതൊരു വസ്തുതാവിരുദ്ധമായിട്ടുള്ള പ്രശ്നവുമില്ല. കാരണം അദ്ദേഹത്തിനെതിരെ എന്തിനാ കേസെടുത്തത്? സത്യം പറഞ്ഞാൽ കേസെടുക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറി. ഞാൻ ചോദിച്ചുകൊള്ളട്ടെ, ഈ ലത്തീൻ കത്തോലിക്കർക്കെതിരെ കേസെടുത്തോ? ഗുരുവായൂരപ്പ സന്നിധിയിലെ
ഒരു തുളസിത്തറയിലെ ഗുഹ്യഭാഗത്തെ രോമങ്ങൾ പിഴുതിട്ട് ഒരു മുസ്ലിം ജിഹാദി കാണിച്ചപ്പോൾ എന്തേ കേസെടുക്കാൻ താമസമുണ്ടായി? ജസ്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി 2 or 3 തവണയാണ് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിനെ അശുദ്ധമാക്കാൻ ശ്രമിച്ചത്. ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ ബഹളം വെച്ചപ്പോൾ മാത്രമാണ് കേസെടുത്തത്. ഇത്ര ആവേശം, സത്യം പറയുമ്പോൾ ആവേശവും, ഈ മതത്തിനെയും ഗുരുവായൂരപ്പനെയും നിന്ദിക്കുന്നവർക്കെതിരെ കേസെടുക്കാൻ മടിയുമെന്നുള്ളതാണ് പിണറായി സർക്കാരിന്റെ, പിണറായി ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട നയം. ഇവരൊക്കെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. മോദി സർക്കാരിലേക്ക് മുസ്ലിങ്ങൾ ഇല്ലല്ലോ. ആ ചോദ്യം മതേതരത്വം. ആരെങ്കിലും ജയിപ്പിച്ച് വിട്ടാലല്ലേ ഉള്ളൂ എം പി ആക്കിയാലല്ലേ മന്ത്രിയാക്കാനൊക്കത്തുള്ളൂ. ഇവിടെ ഗുരുവായൂർ എം പി ആയില്ല, ഇവിടെ ഗുരുവായൂർ ഹിന്ദു നാമധാരികളായിട്ടുള്ള MLA ഇല്ലെന്ന് പറയുമ്പോൾ അത് വർഗീയതയും, മോദി സർക്കാരില് മുസ്ലിം മന്ത്രിമാരില്ല എന്ന് പറയുന്നത് മതേതരത്വമാണ്. ഇത് എന്ത് ന്യായമാണ്, എന്ത് നീതിയാണ് ഈ പറയുന്നത്? അതെ, മുസ്ലിം എന്നുള്ള ഒരു പേര് വെച്ച് തന്നെ രാഷ്ട്രീയ പാർട്ടിക്ക് ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുകയും അവരുടെ എല്ലാ തരത്തിലുള്ള വർഗീയ പ്രചാരണങ്ങളും യഥേഷ്ടം കേരളത്തിൽ നടക്കുമ്പോൾ അതിനെതിരെ ഒരു ചെറുവിരലിറക്കാത്ത സർക്കാരാണ് ബി ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കുന്നത് എന്നുള്ളത് കേരളം ഒരു ജിഹാദി സംസ്ഥാനമായി, അല്ലെങ്കിൽ ഒരു ജിഹാദി പ്രദേശമായി മാറിക്കഴിഞ്ഞു എന്ന് 100% തെളിയിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഒരു കാര്യവും കൂടി സൂചിപ്പിക്കട്ടെ. അതായത് നമ്മുടെ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ വന്നപ്പോൾ അതിനകത്ത് ഈ പറയുന്ന കേരളത്തിനെ വക്രീകരിച്ച് കാണിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഇത് തെളിവല്ലേ? വർഗീയതയുടെ പരമകോടിയിലല്ലേ ഈ പറയുന്ന കേരള സർക്കാർ നിൽക്കുന്നത്? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എന്തും ചെയ്യാം. ഹിന്ദു വിരുദ്ധമായിട്ടുള്ള എന്തും ചെയ്യുന്നവരെ ഞങ്ങൾ പിന്തുണയ്ക്കും. ഹിന്ദു വിരുദ്ധമായിട്ടുള്ള എന്തും ഞങ്ങൾക്ക് ചെയ്യാം. ഈ ഒരു ധാർഷ്ട്യമാണ് കേരളത്തിലെ ഇടതു മുന്നണിക്കും വലതു മുന്നണിക്കും ഉള്ളത്. അതിന്റെ ഇടയിൽപ്പെട്ട് ഈ രണ്ട് കുറുക്കന്മാരുടെയും ഇടയിൽപ്പെട്ട് ഞെരുങ്ങുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിലെ ഹിന്ദുവിനുള്ളത്. അതിദയനീയമാണ് കേരളത്തിലെ ഹിന്ദുവിന്റെ അവസ്ഥ. ദിനം പ്രതി ഈ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനാണെങ്കിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഹിന്ദുവിനെ ഇവിടെ ചവിട്ടി മെതിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടാകാൻ പോകുന്നത്. അത് മലബാർ കേന്ദ്രീകരിച്ചുകൊണ്ട്, മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ അതിനുവേണ്ടിയുള്ള എല്ലാ കോപ്പുകളും കൂട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പിണറായി സർക്കാർ ഒരു ഗുണമുണ്ട്, ഗോപാലകൃഷ്ണനെതിരെ കേസെടുത്തത് നല്ലതാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കുറച്ചെങ്കിലും ചിന്തിക്കുന്ന ഹിന്ദുവിനൊരു വെളിച്ചമുണ്ടാകുമല്ലോ, ഈ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി അവരൊന്ന് ചിന്തിക്കുമല്ലോ. അതുകൊണ്ട് പിണറായി സർക്കാർ ഈ കേസെടുത്തത് നല്ല നടപടിയാണ്. ഇതൊന്നും ഒരു കോടതിയിൽ നിൽക്കുന്ന കേസുമല്ല, പൊട്ട കേസാണിത്. സാർ, ഇവിടെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് കട്ടിംഗ് സൗത്തിന്റെ ഭാഗമായി നിന്ന ചില മാധ്യമ പ്രവർത്തകർ നമ്പർ 1 മാധ്യമം എന്ന് പറയുന്നതിൽ ഇരുന്നുകൊണ്ട് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് ഗുരുവായൂരില് താമരപ്പൂ കൊണ്ട് കൊടുക്കുന്നത് മുസ്ലിങ്ങളാണത്രേ. മുസ്ലിങ്ങളാണ് താമരപ്പൂവിന്റെ അവിടെ കൊണ്ട് കൃഷി ചെയ്ത് എത്തിക്കുന്നത്. ഇത് സൗജന്യമായിട്ടല്ല എത്തിക്കുന്നത്, വൻ തുക ഈടാക്കിക്കൊണ്ടാണ്. മോദിക്ക് തുലാഭാരം നടത്തിയത് അവർ കൊണ്ടുവന്ന താമരപ്പൂ ഉപയോഗിച്ചാണ് എന്നൊക്കെയാണ് നരേറ്റീവ്. ഇത് പറഞ്ഞുകൊണ്ടൊക്കെ ഇതിനെ വെള്ള പൂശാൻ നടക്കുന്ന, അവിടെ വലിയ മതേതരത്വവും സ്നേഹവുമാണെന്ന് പറയുമ്പോൾ കേരള സ്റ്റോറിയിലും ഹിന്ദു ഇവിടെ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന യാഥാർത്ഥ്യങ്ങൾ പറയുന്നതിനെതിരെ ഈ മാധ്യമങ്ങൾ ഒരു അക്ഷരം മിണ്ടില്ല എന്നുള്ളതാണ്. മൊണാലിസയുടെ പ്രായം പോലും അവർ ഇപ്പോഴും ചർച്ച ചെയ്യാൻ തയ്യാറല്ല. ഞാൻ കൂവുന്നത് കൊണ്ടാണ് നേരം വെളുക്കുന്നതെന്ന് ഏതെങ്കിലും പൂവൻ കോഴി വിചാരിക്കുന്ന പോലാണ് ഈ സംഭവം. കോഴികളുടെയൊക്കെ വിചാരം ഞങ്ങളൊക്കെ വെളുപ്പിനെ കൂവുന്നത് കൊണ്ടാണ് ഈ സൂര്യൻ ഉദിക്കുന്നതും പകലുണ്ടാകുന്നതെന്നാണ്. അതേ സാഹചര്യമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കച്ചവട മേഖല പൂർണ്ണമായിട്ടും ജിഹാദിവൽക്കരിച്ചിരിക്കുകയാണ്. അവിടുത്തെ ഹിന്ദു നാമങ്ങളിലുള്ള പേരുകൾ ഹോട്ടലുകളിൽ കൊടുക്കും. ആ ഹോട്ടലിൽ ചെന്ന് ആഹാരം കഴിച്ച് ഗൂഗിൾ പേ കൊടുക്കുമ്പോൾ തെളിയുന്ന പേരുകൾ മുസ്ലിങ്ങളുടെയാണ്. അവരെ ഗുണപ്പെടുത്താൻ വേണ്ടിയൊന്നുമല്ല ഇത് ചെയ്യുന്നത്. അവിടെ താമരമൊട്ടോ താമരപ്പൂവോ കൊടുക്കുന്നതിന്റെ പിന്നിലൊക്കെ ലക്ഷക്കണക്കിന് രൂപ അവരുണ്ടാക്കുന്നുണ്ട്. അത് അവരുടെ കച്ചവട താല്പര്യമാണ്. അല്ലാതെ ഇതൊന്നും ആരെയും ഗുണപ്പെടുത്താനല്ല. ഗുരുവായൂർ തീ പിടിച്ചപ്പോൾ മുസ്ലിങ്ങൾ ഓടി വന്ന് വെള്ളമൊഴിച്ച് കെടുത്തി എന്നൊക്കെ പറയുന്ന വിഡ്ഢിത്തം ആവണമല്ലോ. അങ്ങനെ ചെയ്യണമല്ലോ, അത് ചെയ്യാനുള്ള ബാധ്യതയുണ്ടല്ലോ. അങ്ങനെ വെള്ളമൊഴിച്ച് കെടുത്തി എന്നുള്ള കാരണത്താൽ ആയുഷ്കാലം ഗുരുവായൂരപ്പനെ ഭരിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള തോന്നലൊന്നും ശരിയായ നടപടിയല്ല. ഗുരുവായൂരെ ഹിന്ദു സമൂഹം ഉണർന്നെണീക്കണം. ഗോപാലകൃഷ്ണന്റെ പ്രസ്താവന 100% മനസ്സിലാക്കിക്കൊണ്ട് അത് അധികാരത്തിന് വേണ്ടിയുള്ള ആ സമ്മതിദാനാവകാശം വിനിയോഗിക്കുമ്പോൾ ആ രീതിയിൽ പ്രവർത്തിക്കാനും ആ സമൂഹം തയ്യാറാവുകയാണെങ്കിൽ കേരള സമൂഹം പൊതുവായിട്ടും ഗുരുവായൂരിലെ സമൂഹം പ്രത്യേകിച്ചും അതിനുവേണ്ടി ഉണരുന്ന ഒരു കാലഘട്ടം നമുക്ക് കാത്തിരുന്ന് കാണാം. തീർച്ചയായിട്ടും സർ. നന്ദി സർ.